ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അക്രമം ചെയ്യുന്ന ആള്, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ആളെ അള്ളാഹു പിടികൂടും. അള്ളാഹു പിടികൂടും. വേദനിച്ചിട്ടുണ്ടോ റബ്ബ് കണ്ടിട്ടുണ്ട്, റബ്ബ് പിടിക്കും. കേട്ടോളൂ, ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ലയുംലി ലിൽസാലിമി ഹത്താ ഇദാ അഖദഹു. പാപിയെ പന പോലെ വളർത്തും. നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഈശ്വരൻ പാപിയെ പന പോലെ വളർത്തും എന്ന് പറയാം. അവനങ്ങനെ അള്ളാഹു വളർത്തും. ഒരക്രമിയെ അള്ളാഹു സാവകാശത്തിലെത്തിക്കും. ഇന്നല്ലാഹ ലയുംലി ലിൽസാലിമി. ചൂണ്ടയിടുന്ന പോലെ, ചൂണ്ടയിടുമ്പോൾ ആ ചൂണ്ട കൊളുത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം മത്സ്യം കൊത്തി കൊത്തി തിന്നുമ്പോ യഥാർത്ഥത്തിൽ മത്സ്യത്തിന്റെ വയറ് നിറയ്ക്കാനിട്ട് കൊടുത്തേക്ക് നല്ലത്. ഒരു വലി വരാനുണ്ട്, ഒരൊറ്റ വലി മുകളിലേക്ക് വലിക്കും. അള്ളാഹു ഈ അക്രമം ചെയ്ത ജനങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കണവനെ അള്ളാഹു ഒന്ന് സാവകാശത്തിൽ വെച്ചിരിക്ക. അവനെ പന പോലെ വളർത്തുന്നു എന്നൊക്കെ പറയുന്നില്ലേ, സത്യത്. പന പോലെ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണത്. അള്ളാഹു ഒരു സാവകാശത്തിൽ വെച്ചു. എന്നിട്ടോ ഹത്താ, എത്രത്തോളം, ഇദാ അഖദഹു, അവനൊരു പിടുത്തം അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ ലം യുഫ്ലിത്ഹു, അള്ളാഹു അവനെ പാഴാക്കി കളയില്ല. അവൻ ഒരിക്കലും രക്ഷപ്പെടൂല. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ലാത്ത ഒരു പിടുത്തം അള്ളാഹു അവനെ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ലാലിമത്തുൻ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്. അള്ളാന്റെ പിടുത്തം വല്ലാത്ത വേദനയുള്ള പിടുത്ത. ഒരൽപ്പം സാവകാശം കൊടുക്കും ഈ അക്രമിക്ക്, എന്നിട്ട് അള്ളാഹ് ഒരൊറ്റ പിടുത്തം പിടിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. അക്രമിച്ച് അക്രമം കിട്ടി വേദനിച്ച മനസ്സോടുകൂടെ അവൻ പോയി ദുആരന്നാണ്ടല്ലോ, അള്ളാഹു ആ ദുആ വേഗം സ്വീകരിക്കുന്ന. വേദനിച്ചവന്റെ ദുആ അല്ലാഹു വേഗം സ്വീകരിക്കും. അതിൽ മതത്തിന്റെ പരിഗണന പോലുമില്ല. വലൗ കാന കാഫിറ, മതത്തിന്റെ പരിഗണന പോലുമില്ലാതെ അള്ളാഹു വേഗത്തിൽ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ട് അക്രമിയുടെ ദുആ. അക്രമം നമ്മളാൽ വേദനിച്ച ആളുടെ ദുആ അല്ലാഹു വേഗം സ്വീകരിക്കും. ലാ തളിമന്ന ഇദാ മാ കുൻത മുഖ്തദിറാ ഫളുൽമു ആഖിറുഹു യഅതീക ബിന്നദമി നാമതു ഉയൂനുക വൽ മദ്ലൂമു മുൻതബിഹു യദ്ഉ അലൈക വഈനുല്ലാഹി ലം തനമി. അലി റളിയല്ലാഹു അൻഹു പാടാറുണ്ട്, ലാ തളിമന്ന ഇദാ മാ കുൻത മുഖ്തദിറാ. നിനക്ക് സ്വാധീനമുള്ളപ്പോ, നിനക്ക് കഴിവുള്ളപ്പോ, നിനക്ക് ആരോഗ്യമുള്ളപ്പോ, നിനക്ക് തന്റെ ഇടമുള്ളപ്പോ നീ ഒരാളെയും ചെറുതായി കണ്ടുകൊണ്ട് വേദനിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ. നീ വേദനിപ്പിച്ചത് മുഖേന നിനക്ക് അവസാനമായി തീരുന്നത് ദുഃഖമായിരിക്കും. നാമത്തുഴയൂനുക, ഒരാളെ നീ വേദനിപ്പിച്ചിട്ട് സുഖമായി നീ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ വൽ മദ്ലൂമു മുൻതബിഹൂൻ, വേദനിച്ചവൻ അന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. നിന്റെ നാവ് കൊണ്ടോ വർത്തമാനം കൊണ്ടോ നിന്റെ പ്രവർത്തനം കൊണ്ടോ വേദനിച്ചു പോയവൻ അന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. യദ്ഉ അലൈക, അവനെങ്ങാനും അല്ലാഹുവോട് നിനക്കെതിരെ ദുആ ചെയ്തു പോയാൽ ഓർത്തുവെച്ചോ, വഈനുല്ലാഹി ലം തനമി, ഉറങ്ങാത്തവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് ദുആരക്കുമ്പോ ആ നേരത്ത് അല്ലാഹു ഉറങ്ങിയിട്ടില്ല. അല്ലാഹു അത് കാത്തിരിക്കുന്നു. നിന്നെ അല്ലാഹു വേദനയുള്ള ശിക്ഷ കൊണ്ട് പിടികൂടുമെന്നത് നീ പഠിച്ചോ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആലോചിച്ച് നോക്കണം, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഹബീബായ നബി തങ്ങൾ യമനിലെ ഗവർണറായി നിശ്ചയിക്കുകയാണ്. ആ സമയം മുആദിനോട് പറയുന്നുണ്ട്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവാറുണ്ട് ചില പെങ്കിടാങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടിയാൽ അവർ ഓഫീസിൽ എത്ര തണ്ടാണ്.
ഒരു പരിഗണനയില്ല. അവർക്ക് ഇങ്ങനെ ഈ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ മാതിരിയാ ചില ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആണായാലും പെണ്ണായാലും അവരുടെ ആ ഒരു അധികാര പ്രയോഗങ്ങൾ അനവസരത്തിലും അനുചിതമായ സന്ദർഭത്തിലും ഒക്കെ അവർ കാണിക്കുന്ന കാണുമ്പോൾ വേദന തോന്നാറുണ്ട്. കഷ്ടം. എന്താണ് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി ഒരു വൃദ്ധനെ എത്ര പ്രാവശ്യം ആ വില്ലേജ് ഓഫീസിൽ ഇങ്ങനെ കയറ്റിയിറക്കിയെന്നറിയോ? എന്തെല്ലാം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി, അത് ഇന്ന കാര്യത്തിന് ഇന്നത് ചെയ്താൽ മതി, ഒന്നും പറയില്ല. ഒക്കെ അങ്ങനെ മനസ്സിൽ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ചൂടാവും. അത് കൊണ്ടുവന്നു ഇത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചൊരു 10 പ്രാവശ്യം നടത്തും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആളുകളെ അടങ്ങേറാക്കാം പാടില്ല പാടില്ല. മുആദ് ബിൻ ജബലിനോട് റസൂലുള്ളാഹി പറഞ്ഞു, യമനിലേക്ക് പോവുകയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തഖ് ദഅവത്തൽ മദ്ലൂം, നീ കാരണം ഒരാളും വേദനിക്കാൻ പാടില്ല. അവൻ പോയങ്ങാനും ദുആ എന്നാൽ അത് പേടിക്കേണ്ട ദുആയാ. ഇവര് ദുആ എന്നാൽ അത് പേടിക്കണം. ആ ദുആ ആര്? നമ്മളാൽ വേദനിച്ചവൻ പോയി ദുആ ചെയ്താൽ ആ ദുആ നാം പേടിക്കണം. ഹബീബായ നബി തങ്ങൾ മുആദിനോട് പറഞ്ഞു റളിയല്ലാഹു അൻ ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ഈ മദ്ലൂമായ വേദനിച്ചവന്റെ ദുആയും അല്ലാഹുവും തമ്മിൽ മറയില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലക്ക ജിബ്രീൽ അലൈഹിസ്സലാം. ഞാൻ ഓർത്തതാ ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞാലൊന്നും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് അടുത്ത് നിൽക്കുന്ന മലക്ക. 7 മറകൾ 70 പരമുണ്ട് അല്ലാഹുവും ജിബ്രീലും തമ്മിൽ. എത്ര മറയാ ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹുവോടുള്ളത്. അതുകൊണ്ടല്ല മിഅ്റാജിന്റെ അനുഗ്രഹീതമായ യാത്രയിൽ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞപ്പോ പ്രകാശപൂരിതമായ സമുദ്രത്തിന്റെ തീരത്തെത്തിയപ്പോൾ ഹത്താലി ബഹീരിൻ നൂരി ജിബ്രീലു في شته رعبا فودع وهتف دعني تقدم يا حبيبي لا تخاف أبصر تنادي ربك القيوم صلوا عليه وسلموا تسليما സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കിനി അങ്ങോട്ട് പ്രവേശനമില്ല നബിയേ. മുഖറബായ മലക്ക് പോലും മറകൾക്ക് ഇപ്പുറത്താ. മുഖറബായ മലക്ക് പോലും മറകൾക്ക് ഇപ്പുറത്താണ് എങ്കിൽ വേദനിച്ച് മനസ്സ് വേദനിച്ച് സങ്കടപ്പെട്ടവളെന്ന് ദുആ ചെയ്താൽ ഈ ദുആക്ക് മറയില്ല. നേരെ അല്ലാഹുവിന്റെ അടുത്താ. നേരെ അല്ലാഹുവിന്റെ അടുത്ത. ഏത് അമലും ചെയ്താൽ രാവിലെ ചെയ്തത് സ്വീകരിക്കാൻ വൈകുന്നേരം മലക്ക് വരും, വൈകുന്നേരം ചെയ്തത് സ്വീകരിക്കാൻ പിറ്റേ സുബഹിക്ക് മലക്ക് വരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യതഅഖബൂന ഫീകും മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളിലുണ്ട്. അവർ വന്ന് സമ്മേളിക്കുന്നത് സുബഹി നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലുമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിസ്കാരം ഇവിടുന്ന് ലഗേജായി കയറി പോണെങ്കിൽ അത് സുബഹി അസ്ർ ടൈമിൽ ദിവസത്തിൽ അമൽ ഉയർത്തുന്ന 2 സന്ദർഭം അതാണ്. ഇനിയോ ആ ഉയർത്തിക്കൊണ്ടുപോയ ആദ്യ സ്റ്റേജിൽ അതവിടെ വെക്കും. എന്നിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവ് വരുമ്പോ പിന്നെ തിങ്കളാഴ്ച രാവ് വരുമ്പോ 2ാമത്തെ ഉയർത്തൽ പിന്നെ ഉയർത്തും. പിന്നെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് കൊല്ലത്തിൽ ഒരിക്കലും ഒരു ഉയർത്തലുണ്ട്. അത് ബറാഅത്ത് രാവില, ശഅബാൻ 15 രാവില. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ അമലുകളെ പോലും അള്ളാന്റെ അടുത്തേക്ക് എത്തിക്കാൻ എത്ര ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്നാൽ ദുആ ചെയ്തത് ഒരു വേദനിച്ച മനസ്സിന്റെ ഉടമയാണെങ്കിൽ അതേ സ്പോട്ടിൽ ആ ദുആ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് പേടിക്കണം മുആദേ. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തിന്റെ അനവസരത്തിലെ പ്രയോഗങ്ങൾ പ്രശ്നമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, മുആദ് ബിൻ ജബൽ തങ്ങളെ യമനിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് 5 ഉപദേശം കൊടുക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി മുആദ് ബിൻ ജബൽ ഹീന ബഅഥഹു ഇലൽ യമൻ, യമനിലേക്ക് പറഞ്ഞയക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബലിനോട് ഉപദേശം കൊടുക്കുകയാണ്.
പറയുകയാണ്, മുആദേ ഇന്നക ലസതഅതി ഖൗമൻ അഹ്ല കിതാബ്. യമനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അധികം ജൂതന്മാരെ കാണാൻ സാധ്യത. അവിടെ ചെല്ലുമ്പോ മോനെ നീ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഉപദേശമായി 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം, ഫഇദാ ജിതഹും ഫദ്ഉഹും ഇലാ അൻ യശ്ഹദൂ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹാദത്തിലേക്ക് അവരെ ക്ഷണിക്കണം. അതാണ് ഒന്നാമത്തെ ഉപദേശം. യമനിലേക്ക് ചെല്ലുമ്പോൾ അവരെ ദീനിലേക്ക് ക്ഷണിക്കുക. ആ ക്ഷണം കേട്ട് കഴിഞ്ഞാൽ സ്വീകരിക്കാൻ അവർക്ക് തോന്നും വിധം നീ വളരെ ഡീസന്റായി, നീറ്റായി, നല്ല വ്യക്തിത്വത്തോടുകൂടെ യമനിൽ ഉണ്ടാവണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ഉപദേശം അതാ. അങ്ങനെ അവർ മുസ്ലിമായി എങ്ങാനും കഴിഞ്ഞാൽ അതിന്റെ കൂലി നിനക്കുള്ളതാ, ലക ബിദാലിക്. രണ്ടാമത്തെ ഉപദേശം, അവർ മുസ്ലിമായാൽ പിന്നെ അവർക്ക് 5 വഖത്ത് നിസ്കാരം നീ ഏൽപ്പിക്കണം. അത് നിന്നോട് പറയുന്ന ഉപദേശമാണ്. അവരങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയാൽ നിനക്ക് അതിന്റെ ഗുണമുണ്ടാവും. മൂന്നാമത്തേത്, അവർ അങ്ങനെ നിസ്കാരമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയണം, നിങ്ങള് നിർബന്ധമായ സക്കാത്തിന്റെ അവകാശം അത് അവകാശിക്ക് കൊടുത്തു വീട്ടണമെന്ന് പറഞ്ഞ് അവരെ അതിനു വേണ്ടി നീ നിർബന്ധിക്കണം. മുആദേ സയ്യിദുനാ റസൂലുള്ളാഹി, ഫഖീർ മിസ്കീന്മാരുണ്ട്, അവകാശികളുണ്ട്, അവർക്ക് സക്കാത്ത് കൊടുക്കണം. അതിന് നീ അവരെ ഉപദേശിക്കണം, അവരെ നിർദ്ദേശിക്കണം. നാലാമത്തേത്, ഫഇയ്യാക വകറായിമ അംവാലിഹിം, നീ അവിടെ ഗവർണറായി ജോലി ചെയ്യുമ്പോ, സേവനം ചെയ്യുമ്പോ പാരിതോഷികങ്ങൾ കൊണ്ടുവരും. അവര് അത് സ്വീകരിച്ചുകൊണ്ട് അവരുടെ സിമ്പതി പിടിച്ചു പറ്റുന്ന ഒരവസ്ഥ. അങ്ങനെ അവരിലേക്ക് മനസ്സ് ചാഞ്ഞു പോകും വിധം പാരിതോഷികങ്ങൾ സ്വീകരിക്കല്ലേ, സമ്മാനങ്ങൾ സ്വീകരിക്കല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അഞ്ചാമത്തേത് പറഞ്ഞു, വത്തഖീ ദഅവത്തൽ മദ്ലൂം, വേദനിച്ചവന്റെ, മനസ്സ് നീറിയവന്റെ, സങ്കടപ്പെട്ടവന്റെ ദുആ നിനക്ക് ഏൽക്കാതെ നീ സൂക്ഷ്മത പാലിക്കണേ, ശ്രദ്ധിച്ചു നടക്കണേ, ഒരാളെയും വേദനിപ്പിക്കല്ലേ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് പറഞ്ഞു, ഫൈനഹു ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, വേദനിച്ചവൻ ദുആ എന്നാൽ മറയില്ലാതെ അല്ലാഹ് സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉന്നതമായ ഗ്രന്ഥമാണ് ബുഖാരി. ഖദ് ഇത്തഫഖ അഇമ്മത്തുനാ അലാ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രമാണം, നമ്മുടെ പ്രമാണം അത് ബുഖാരിയാണ്. ആ ബുഖാരി എന്ന ഉന്നത ഗ്രന്ഥത്തിന്റെ തലവാചകം പോലും ഒരു അധ്യായത്തിന്റെ പേര് കേട്ടോ, ബാബുൽ ഇത്തിഖാഇ വൽ ഹദരി മിൻ ദഅവത്തിൽ മദ്ലൂം. ഒരു ആക്രമിക്കപ്പെട്ടവന്റെ, വേദനിച്ചവന്റെ ദുആ അത് സൂക്ഷിക്കണം, പേടിക്കണം എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്നതാണ് ഉന്നതമായ ഗ്രന്ഥത്തിന്റെ തലവാചകം പോലും. അങ്ങനെ ശ്രദ്ധേയമാ അല്ലേ? ചെറിയ കാര്യമൊന്നുമില്ലത്. വേദനിച്ചവന്റെ ദുആക്ക് ഉത്തരം വേഗത്തിൽ കിട്ടും. അപവാദം പറയലുള്ളവരുണ്ട്, ഇല്ലാത്തത് പറയല്, ഇല്ലാത്തങ്ങനെ പറയൂല, ചുമ്മാ അങ്ങനെ ഒറ്റ പറച്ചില, കാട് കയറി പറയല, ഇല്ലാത്തത് പറയല, ഇല്ലാത്തതങ്ങ് പറയും. ഞാൻ ഈ തവണ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഉസ്താദുമായി സംസാരിച്ചപ്പോ ആ ഉസ്താദ് പറയാണ്, അദ്ദേഹം എറണാകുളം ജില്ലയിലെ ഒരു പള്ളിയിൽ ജോലി ചെയ്യാ. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരാൾ കമ്മിറ്റിയിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോ കമ്മിറ്റി സ്ഥാനമൊക്കെ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേന്ന് വന്നിട്ട് പറയാണ്, ഉസ്താദിന്റെ മദ്രസയിലെ ക്ലാസ് പോരാ, അതാകെ മോശമാണെന്ന ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. എവിടെ ഒരാൾക്കും ഒരു അഭിപ്രായമില്ല. ആ ക്ലാസ്സിൽ ആ മാതിരി റാങ്കും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സും കിട്ടുന്ന ക്ലാസ്സാണ്. അങ്ങനത്തെ ക്ലാസ്സിനെ പറ്റി കഴിഞ്ഞ കൊല്ലത്ത് അത്രയും പോരാന്ന് ഒരു അഭിപ്രായം ഉണ്ട് ആളുകൾക്ക്. ഒരാൾക്കും അതിനൊരു അഭിപ്രായമില്ല. ഇവന്റെ വക പറഞ്ഞതാ. ആ ഉസ്താദ് വല്ലാതെ വേദനിച്ചു. ഇങ്ങനൊരു അഭിപ്രായം അടച്ചങ്ങോട്ട് പറയണവരുണ്ട്. അങ്ങനെയുണ്ട്. ആ ആള് ശരിയല്ല, ഏതാള് അതങ്ങനെ ശരിയല്ല, അതൊന്നും നമുക്ക് പറ്റൂല. അങ്ങനെ ഒരാളങ്ങനെ അടച്ച് പറയും, ഒന്നും അറിയാതെ അങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന ഒരു ആരോപണം പറയൽ, അപവാദം പറയൽ എന്ന് അതിന് പറയാം. കൂഫക്കാര് ഈ രീതിയിൽ മഹാന്മാരായ സ്വഹാബികളിൽ പ്രമുഖരായ പലരെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ചരിത്രം പറയാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ചരിത്രം പറയുന്നുണ്ട്.
മഹാനായ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, കൂഫക്കാർ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനവറുകൾ ഗവർണറായിരുന്ന കൂഫയിലെ ആ നാട്ടുകാർ ഗവർണറെ പറ്റി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പരാതി പറഞ്ഞു. എന്താണ് പരാതി? നിസ്കാരം ഒന്നും വലിയ മെനക്കല്ല നിസ്കരിക്കുന്നത്. ആര്? സഅദ് ഇബ്നു അബി വഖാസ് എന്ന മഹാനായ സ്വഹാബിയുടെ നിസ്കാരമൊക്കെ പള്ളിയിൽ ഒരു കോലത്തേക്കിടെ നിസ്കരിക്കുന്നത്. നിസ്കാരം ഇത് മൂപ്പരുടെ വലിയ മെനയല്ല എന്ന് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഗവർണറെ പറ്റി പരാതി പറഞ്ഞു നാട്ടുകാർ. അതൊരു കള്ളപ്പരാതിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ജനങ്ങൾ അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഒരു മസ്ലഹത്തിന് വേണ്ടി മഹാനവറുകളെ കുറച്ചു ദിവസത്തേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി. കുറച്ച് ദിവസത്തേക്ക് അവിടെ നിന്ന് തിരിച്ചു വിളിച്ചു. ഞാൻ അന്വേഷിക്കട്ടെ പരാതി എന്താന്ന്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വിടാം. പരാതിയിൽ ന്യായം സഅദ് ഇബ്നു അബി വഖാസിന്റെ ഭാഗത്താണെങ്കിൽ തിരിച്ചു വിടാം. പരാതി ഇതാണെന്ത്? നിസ്കാരം വലിയ ഗുണത്തിലല്ല. ആരുടേത്? സഅദ് ഇബ്നു അബി വഖാസിന്റെ നിസ്കാരം വലിയ മെനയില്ല, എന്നും ഖുൽ ഹുവല്ലാഹു ഓതുന്ന എന്ന് പരാതി പറയാറുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവും. മൂപ്പര് ഇമാമത്തൊന്നും വലിയ സുഖമല്ല, മൂപ്പര് ഒരു ആദി കാട്ടിക്കൂട്ടലാണെന്നൊക്കെ ജനങ്ങൾ പരാതി പറഞ്ഞു. തൽക്കാലം ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു. فأرسل إليه فقال يا أبا إسحاق إن هؤلاء يزعمون أنك لا تحسن لا تصلي. മര്യാദക്ക് നിസ്കാരത്തിന്റെ അദബുകൾ പാലിക്കാതെ അങ്ങ് ഉഴപ്പി നിസ്കരിക്കുന്നു എന്ന് അങ്ങയെപ്പറ്റി ജനങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് എന്നവരങ്ങ് പോന്നേക്ക്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, തങ്ങളെ അമ്മ അന വല്ലാഹി ഫഇന്നി കുന്തു ഉസല്ലി ബിഹിം സ്വലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഖ്രിമു അൻഹാ. അള്ളാന്റെ ഹബീബ് മദീനയിൽ എങ്ങനെയാണോ നമുക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നത്, അതുപോലത്തെ നിസ്കാരമല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. അതിന് ഞാൻ ഒട്ടും കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല. റസൂലുള്ളാഹിയുടെ നിസ്കാരം എങ്ങനെയോ അതുപോലെ ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല. ഏതായാലും ഒരു ആരോപണം വന്നതല്ല, ഇങ്ങ് പോന്നേക്ക്. എന്നിട്ടോ മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സഹാബിയെ വിളിച്ചിട്ട് കൂഫയിലേക്ക് സഅദിന്റെ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ഉമർ ഇബ്നുൽ ഖത്താബ് ഗവർണറായി നിശ്ചയിച്ചു. കഥ മനസ്സിലായില്ലേ? സഅദിനെ പറ്റി ആരോപണം പറഞ്ഞപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പറ്റി നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പരാതി ഉണ്ട്, എന്തായാലും കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്ക്, പകരം അമ്മാർ അവിടെ പോട്ടെ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ അമ്മാർ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അന്വേഷണത്തിന് വേണ്ടി ഒരു 2-3 ആളുകളെ കൂടെ പറഞ്ഞയച്ചു. അമ്മാറിന്റെ കൂടെ ഒരു അകമ്പടിയായിട്ട് അങ്ങ് പോകലുമായി. പോണ വഴിയില് കൂഫയുടെ അതിർത്തി മുതൽക്ക് ഈ അതിർത്തി മുതൽ ആ അതിർത്തി വരെയുള്ള എല്ലാ പള്ളികളിലും കയറി ഇദ്ദേഹത്തിന്റെ മുൻ ഗവർണറുടെ നിസ്കാരത്തെ കുറിച്ച് അന്വേഷിച്ചേക്കണം എന്ന് ഏൽപ്പിക്കുകയും ചെയ്തു. പുതിയ ഗവർണർ തൽക്കാല ചാർജ് എടുക്കാൻ പോകുന്ന അമ്മാറിന്റെ കൂടെ പോയ ഈ ഉദ്യോഗസ്ഥരെ എല്ലാ പള്ളിയിലും കയറി അന്വേഷിച്ചപ്പോ എല്ലാവർക്കും മഹാനവറുകളെ പറ്റി നല്ലതേ പറയാനുള്ളൂ. അങ്ങനെ അവസാനം അന്വേഷിച്ച് ബനു അബ്ബാസ് ഗോത്രക്കാര് താമസിക്കുന്ന ഏരിയയിലുള്ള ഒരു പള്ളിയിലെത്തി. അവിടെ വെച്ച് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിൽപ്പെട്ട മറ്റു സ്വഹാബികൾ ഉദ്യോഗസ്ഥര് അന്വേഷിച്ചു. മുൻ ഗവർണറായിരുന്ന സഅദ് ഇബ്നു അബി വഖാസിന്റെ നിസ്കാരമൊക്കെ എങ്ങനെയുണ്ട്, പൊതുവെ മൂപ്പരെ പറ്റിയുള്ള അഭിപ്രായം എന്താന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഈ ബനു അബ്ബാസ് ഗോത്രക്കാരുടെ ആ ഭാഗത്തെ പള്ളിയിൽ എല്ലാവരും അവിടെ കൂടെ എല്ലാവരും പറഞ്ഞു നല്ലതാണ്, നല്ല നിസ്കാരമാണ്, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ചിലരുണ്ടല്ലോ എന്ത് കണ്ടാലും കുറ്റം പറയുന്ന ആൾക്കാർ, അങ്ങനെ ഉണ്ട്, എന്തും കുറ്റം പറയാം. അങ്ങനെയാ ഭാര്യ ഭർത്താവിന് ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടി വന്നപ്പോ മുട്ട പൊരിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ചൂടായി, ദേഷ്യപ്പെട്ടു, കുറ്റം പറഞ്ഞു. നീ എന്തിനാണ് മുട്ട പൊരിച്ചത്, നിനക്ക് പുഴുങ്ങിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു. പിറ്റേന്ന് വന്നപ്പോ മുട്ട പുഴുങ്ങി വെച്ചു. അപ്പൊ പറഞ്ഞു, ഇത് പുഴുങ്ങാണോ വേണ്ടത്, ഇത് പൊരിക്കായിരുന്നല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം വന്നപ്പോ മുട്ട പുഴുങ്ങിയും വെച്ചു പൊരിച്ചും വെച്ചു. അപ്പൊ മൂപ്പർക്ക് അപ്പോഴും കുറ്റായി. എന്തായിരിക്കും പിന്നെ പറയണ കുറ്റം? ഈ പൊരിക്കണതെടുത്ത് പുഴുങ്ങുകയും ചെയ്തു, പുഴുങ്ങേണ്ടതെടുത്ത് പൊരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെ കുറ്റം എന്തെങ്കിലും ഒന്ന് പറയണം, അങ്ങനെ പറയാതിരുന്ന അവർക്ക് വലിയ വിഷമ. അങ്ങനെ ബനു അബ്ബാസ് ഗോത്രക്കാരുടെ
ആ ഭാഗത്തെ പള്ളിയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഖലീഫയെ പറ്റി, അതായത് ഗവർണറെ പറ്റി നല്ല അഭിപ്രായ. സഅദിനെ പറ്റി വലിയ സ്വഹാബിയല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയല്ലേ, മഹാനവറുകളെ പറ്റി നല്ല അഭിപ്രായ. അപ്പൊ ഒരു ക്യാമൻ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് അയാളെ പറ്റി 3 കംപ്ലൈന്റ് ഉണ്ട്, എനിക്ക് 3 കംപ്ലൈന്റ് ഉണ്ട്, അതെനിക്ക് പറയണം, അത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്ത് അറിയിക്കണം. 3 കംപ്ലൈന്റ്. ഒന്നാമത്തേത് ആ മുൻ ഗവർണറായിരുന്ന സഅദ് ബിൻ അബി വഖാസ് എന്നവരുണ്ടല്ലോ, കാനലായ സീറു ബിസ്സരിയ. സഅദ് ഒരു യുദ്ധസംഘം പോവേണ്ടി വന്നാൽ മൂപ്പര് പതുക്കെ എല്ലാരും റെഡിയാക്കിട്ട് മാറിക്കും. മൂപ്പര് അതിൽ കൂടൂല. യുദ്ധസംഘം അല്ലെങ്കിൽ ഒരു യാത്ര പോവേണ്ട സംഘം ഏതെങ്കിലും രീതിയിൽ ആളുകൾ എവിടെയെങ്കിലും പോണം, ഒന്നിച്ച് പോണം എന്ന് പറഞ്ഞിടത്തിന് മൂപ്പര് കൂട്ടത്തിൽ കൂടുതൽ അങ്ങോട്ട് മാറി നിൽക്കും. എന്നിട്ട് ആളുകളെ പറഞ്ഞു വിട്ടിട്ട് മൂപ്പര് ഒഴിഞ്ഞു മാറി സുഖമായിട്ട് അവിടെ കയറി കിടന്ന് ഉറങ്ങും. ഇതാണ് മൂപ്പരെ പറ്റി ഒന്നാമത്തെ പരാതി. എന്റെ പരാതി ഏതാ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലേ? തോന്നണത് തങ്ങൾ പറയാം. രണ്ടാമതൊരു പരാതിയുണ്ട്. ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും വീതം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. എന്തെങ്കിലും റിലീഫിന്റെ സാധനം വന്ന്, കിറ്റ് വന്നു, അപ്പൊ ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് കുറച്ചു കൊടുക്കും. ജനങ്ങളുടെ ഇടയിൽ വീതം വെച്ചു കൊടുക്കുന്ന സാധനങ്ങൾ കിട്ടിയാൽ തുല്യമായിട്ട് വീതം വെക്കൂല. മൂപ്പര് തോന്നിയ മാതിരിയാണ് ഇത് വീതം വെക്കുന്നത്. രണ്ടാമത്തെ പരാതി അതാണ്. മൂന്നാമതൊരു പരാതിയും കൂടി ഉണ്ട് എനിക്ക്. എന്താ മൂന്നാമത്തെ പരാതി? ഒരു തർക്കം വന്നോടത്ത് വിധി പറയുന്ന നേരം മധ്യസ്ഥ കൂടുമ്പോ ഈ ഗവർണർ ന്യായവും നീതിയും ഇല്ലാത്ത രീതിയിലുള്ള വിധിയാണ് പറയുന്നത്, നീതി ഇല്ലാതെയാണ് അദ്ദേഹം വിധിക്കുന്നത് എന്ന് പറഞ്ഞു. ഖലീഫയുടെ അന്വേഷണ സംഘത്തോട് ഈ 3 പരാതി പറഞ്ഞത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് ഇരിക്കെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ ഈ അന്വേഷണ സംഘം ഈ ഒരു പരാതി അല്ലാതെ മറ്റൊരു പരാതിയില്ല, ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞതാണ് എന്ന് വന്ന് പറയുമ്പോ മഹാനായ സഅദ് അത് കേൾക്കാം. ഉടനെ തന്നെ സഅദ് എന്നെ പറ്റി 3 പരാതി പറഞ്ഞില്ലവൻ, ഇല്ലാത്തതാ പടച്ചോനെ, ഞാൻ അവനെതിരെ ദുആ ചെയ്യാൻ പോവാ, ഞാൻ അവനെതിരെ ദുആ ചെയ്യാൻ പോവാ. അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബ, പടച്ചോനെ അവൻ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ അല്ലാഹുവേ 3 കാര്യം ഞാൻ ദുആ ഇറക്കാൻ പോവാണ് അവനെതിരെ, അവൻ കള്ളമാണ് പറഞ്ഞത് എങ്കിൽ അത് ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി, ആളാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഫഅത്തിൽ ഉംറ, എനിക്കെതിരെ ആ വർത്താനം പറഞ്ഞത് ഇല്ലാവചനം പറഞ്ഞതാണ്, അവൻ ആളാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഫഅത്തിൽ ഉംറ, പടച്ചോനെ ഒന്നാമത്തെ ദുആ ഇതാ, അവന് നീ ദീർഘായുസ് കൊടുക്കണേ, കുറെ നാളങ്ങ് അവൻ ജീവിക്കട്ടെ. അതാണ് ഒന്നാമത്തെ ദുആ. ദീർഘായുസ്, ആരോഗ്യവും റാഹത്തും ഇല്ലെങ്കിൽ ദീർഘായുസ് ഇടങ്ങേറാ, ദീർഘായുസ് ഇടങ്ങേറാ. ഞാൻ ചോദിക്കട്ടെ, ഒരാള് വയസ്സായി ഇങ്ങനെ കിടന്നു, കുറെ വയസ്സുണ്ട്, ഒരു 100 വയസ്സ് 150 വയസ്സുണ്ട് നോട്ടിക്കോ, മക്കള് പക്ഷെ നോക്കും, മക്കളിഞ്ഞ് പോയി എന്ന് വെച്ചു, മക്കളുടെ മക്കളും നോക്കും. ഇനി അവരും ഇല്ലെന്ന് വെച്ചാൽ ഒരു 2 തലമുറ താഴേക്കാണ് പേരക്കുട്ടികളുടെ പേരക്കുട്ടിയാണ് നോക്കേണ്ട അവസ്ഥ, ഈ പൂപ്പാനെ നോക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂപ്പാനയുടെ വാഴയുടെ ഹോട്ടലോ തെങ്ങിന്റെ ഹോട്ടലൊക്കെ എടുത്തിടും. കാരണം നോക്കൂലേ, ദീർഘായുസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിനുള്ള ആരോഗ്യം വേണം. ഒന്നാമത്തെ ദുആ അവന് ആയുസ് കൂട്ടി കൊടുക്കണം. അതോടൊപ്പം തന്നെ അവന്റെ ദാരിദ്ര്യവും അതുപോലെ കൂട്ടി അറ്റമാക്കി കൊടുക്കണം. ദാരിദ്ര്യത്തോടുകൂടെ അവൻ അറ്റമാവണം അവന്റെ ആയുസ്. മാത്രമല്ല അവൻ എവിടെയെങ്കിലും ചെന്ന അവൻ ഒരു പ്രശ്നക്കാരനായി മാറണം. നാട്ടുകാർ അവനെ കൈകാര്യം ചെയ്യും വിധം അവനൊരു പ്രശ്നക്കാരനായി നാട്ടുകാരുടെ തല്ലും കൊണ്ട് പട്ടിണിയോടുകൂടെ ദാരിദ്ര്യത്തോടുകൂടെ ദീർഘനാൾ അവൻ ജീവിക്കണം. 3 കാര്യം പറഞ്ഞു തന്നു: ദീർഘായുസ്, 2 പട്ടിണി, 3 അവൻ ഫിത്നക്കാരനാവണം. ഇങ്ങനെ 3 കാര്യം ഞാൻ അവനെതിരെ ദുആയിരുന്നു എന്ന് സയ്യിദുനാ സഅദ് ബിൻ അബി വഖാസ് സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മഹാനവറുകൾ ദുആയിരുന്നത് അല്ലാഹു സ്വീകരിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം മഹാനായ സഅദിന്റെ ദുആ തനിക്ക് ഏറ്റിട്ടുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. അയാൾ പറയുമായിരുന്നു, ഞാൻ ആരാന്നറിയോ ഈ വയസ്സൻ, ഞാൻ സഅദിന്റെ ദുആ എനിക്ക് ഏറ്റവനാ, സഅദിന്റെ ശാപം കിട്ടിയവനാ ഞാൻ എന്ന് പറയുമായിരുന്നു.
അങ്ങനെ അയാള് മഹാനായ അബ്ദുൽ മലിക് തങ്ങൾ പറയുന്നുണ്ട്, ഈ ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ഒരു പ്രധാനിയാണ്, ഈ കിളവനെ ഞാൻ കണ്ടിട്ടുണ്ട്. സയ്യിദ് തങ്ങളുടെ പ്രാക്ക് ഏറ്റ ആ പ്രാർത്ഥന കൊണ്ട ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാണുന്ന നേരത്ത് കണ്ണിന്റെ ഈ പുരുകം ഒടിഞ്ഞു വീണ് കണ്ണിങ്ങനെ അടഞ്ഞു കിടക്ക, അത്രത്തോളം പ്രായാധിക്യം അയാൾക്കുണ്ട്. നല്ല പ്രായോട് ഈ കണ്ണിന്റെ പുരുകം ഒടിഞ്ഞ് കണ്ണിങ്ങനെ അടഞ്ഞു കിടക്ക. അപ്പൊ കണ്ണറിയാൻ പാടില്ല, കണ്ണുകൊണ്ട് അവനൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കണ്ണറിയാതെ റോഡിലൂടെ പോകുന്ന ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ വരുമ്പോ അവരുടെ മേത്ത് കൈവെക്കും, അവരുടെ ശരീരത്തിൽ കൈവെക്കും. ഇത് കാണുന്ന നാട്ടുകാരെന്ത് ചെയ്യും? ഇത് കാണുന്ന നാട്ടുകാർ ഇവൻ കൈവെക്കും, ആ പെണ്ണുങ്ങളെ വീഴാതെ പിടിക്കുകയും ചെയ്യും. ഇത് കാണുന്ന നാട്ടുകാര് അവനെ കൈകാര്യം ചെയ്യുവായി. പേരിപ്പോ എത്തി, സ്ത്രീകളെ പിടിക്കുന്ന ആള് എന്ന അവസ്ഥയിലേക്ക് എത്തി. ആ രീതിയിൽ ഇത് ബുഖാരിയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഒരാളെയും നാവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപെടൽ കൊണ്ടോ വേദനിപ്പിക്കാൻ പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കേട്ടോളൂ ഒരു ഹദീസ്. ഇങ്ങനെ അങ്ങാനും സംഭവിച്ചു പോയിട്ടുണ്ട്, നമ്മൾ കാരണം ഒരാൾ വേദനിച്ചിട്ടുണ്ടെന്ന് നോക്കിയോ. ആ സമയത്ത് പരിഹാരമുണ്ട്. സോഷ്യൽ മീഡിയ എന്നൊരു പ്രശ്നമാണ്. എവിടെയും ഏതെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും അതങ്ങോട്ട് ഷെയർ ചെയ്യാം. ആ പാവം മഞ്ചാണ്ടി അത് മരിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞവരുണ്ട്. ഏതെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആരോപണമൊക്കെ ആണെങ്കിൽ അത് രാഷ്ട്രീയ തലത്തിൽ എന്താണ് അതിന്റെ ഒരു വേഗത. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയ സൂക്ഷ്മത പുലർത്തേണ്ട രംഗമാണ് സോഷ്യൽ മീഡിയ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വഴിയൊരുക്കാണ്. കിട്ടുന്ന വാർത്ത ഒക്കെ അപ്പൊ തന്നെ അങ്ങ് ഷെയർ ചെയ്ത് അതങ്ങട്ട് പ്രചരിപ്പിച്ച് വ്യക്തികളെ ഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ തെറ്റാണിത്. പൊരുത്തപ്പെടിക്കൽ നിർബന്ധമാണ്. ഖുർആനിലൊരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഫാസിഖീങ്ങൾ തെമ്മാടികൾ വല്ലതും വന്ന് പറഞ്ഞാൽ അത് സത്യമാണോ എന്ന് നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് ബോധ്യപ്പെടാതെ കേട്ടതിന് നിങ്ങൾ പ്രചരിപ്പിക്കല്ലേ. നാളെ ഒരു പ്രഭാതത്തിൽ നിങ്ങൾ അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഖുർആൻ. അപ്പൊ മീഡിയകളിലെ പ്രചരണങ്ങൾ വലിയ പ്രശ്നമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാ. അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, മൻകാനത് ലഹു സ്വഹീഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻകാനത് ലഹു മദ്ലമത്തുൽ ലിഅഹദിൻ മിൻ ഇർദിഹി ഔ ശൈഇൻ. മറ്റൊരാളുടെ അഭിമാനത്തിന് കുറവ് വരുത്തുന്ന രീതിയിൽ വല്ല വർത്താനം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനുള്ള വല്ലതും നമ്മളാൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൽ യതഹല്ലൽഹു മിൻഹുൽ യൗമ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് വേഗം പോയി പൊരുത്തപ്പെടിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഖബല അല്ലാ യകൂന ദീനാറും വലാ ദിർഹം. ദീനാറും ദിർഹമും ഒന്നും പ്രയോജനപ്പെടാത്ത മഹ്ശറ വരുന്നതിന് മുമ്പ് പൊരുത്തപ്പെടിച്ചോ. ഇൻകാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദരി മദ്ലമതിഹി. പൊരുത്തപ്പെടിക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് എങ്കിൽ നമ്മളാൽ വേദനിച്ചവന് നമ്മുടെ അമല് നാളെ മഹ്ശറയിൽ വെച്ച് അല്ലാഹ് എടുത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വേദനിപ്പിച്ചവന് അമലൊന്നുമില്ല, വേദനിച്ചു പോയവൻ ഇവിടെ പരിഹാരം ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു. അമൽ ഉണ്ടായിരുന്നുവെങ്കിൽ എടുത്തു വെക്കാമായിരുന്നു, ഇപ്പൊ അമലൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ വേദനിച്ചവൻ, ദുനിയാവിൽ വിഷമിച്ചവൻ ചെയ്തു വെച്ച പാപത്തെ അവിടെ നിന്ന് അള്ളാഹു എടുത്തു മാറ്റി വേദനിപ്പിച്ചവന്റെ അക്കൗണ്ടിൽ ചേർക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. വഇല്ലം തകുൽ ലഹു ഹസനാത്തുൻ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ആരെങ്കിലും ഒരാളെ വേദനിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ അത് അവരൊമ്മിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറിപ്പോവലുണ്ട്. അങ്ങനെയുണ്ട്. രണ്ടുപേര് തല്ലൂടാ,
അത് തല്ലൂടി ചാവട്ടെ. ഇപ്പൊ എനിക്ക് അതിന്റെ മെത്തത് എന്റെ ഷർട്ട് ചുളുങ്ങും, ഞാൻ അതിനകത്ത് ഇടപെടൂല, പിടിച്ചു മാറ്റൂല. നമുക്ക് ബാധ്യതയാണ്. രണ്ടാളുകൾ തമ്മിൽ പിണങ്ങുന്നുവെങ്കിൽ, രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ആക്രമിക്കുന്നുവെങ്കിൽ അവിടെ രണ്ടുപേരുടെ ഇടയിൽ ഇടപെടൽ മൂമിനിന്റെ ബാധ്യതയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ. അക്രമം നടത്തുന്നവനെ നിങ്ങൾ സഹായിക്കണം, ആക്രമിക്കപ്പെട്ടവനെ നിങ്ങൾ സഹായിക്കണം, വേദനിച്ചവനെയും സഹായിക്കണം, വിഷമവും പ്രയാസവും ഉണ്ടായവനെയും സഹായിക്കണം, അത് ഉണ്ടാക്കിയവനെയും സഹായിക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബി ചോദിച്ചു, നബിയെ യാ റസൂലല്ലാഹ് അൻസുറുഹു ഇദാ കാന മദ്ലൂമ, വിഷമം സംഭവിച്ചവന്, ഇടങ്ങേറുണ്ടായവന്, വേദനിച്ചവനെ സഹായിക്കാൻ പറ്റും, ഇത് വേദനിപ്പിച്ചവനെ എങ്ങനെയാ സഹായിക്കുക? നബി തങ്ങൾ പറഞ്ഞു അഫറഅയ്ത ഇൻ കാന ളാലിമൻ കൈഫ അൻസുറുഹു. അപ്പൊ ഹബീബ് പറഞ്ഞു, വേദനിപ്പിക്കുന്ന അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവനെ സഹായിക്കാന്ന് പറഞ്ഞാൽ അവൻ അതിൽ നിന്നാണ് മാറ്റാം. അല്ലെങ്കിൽ അവന് ഇന്ന് ചെയ്യുന്ന ഈ അക്രമം നാളെ അവന് ഇടങ്ങേറാവും എന്ന ബോധം അവനില്ലാത്തതുകൊണ്ട് ഇപ്പൊ അവൻ ചെയ്യുന്നത്. നാളെ അവൻ ആപത്ത് അള്ളാന്റെ കോടതിയിലെത്തുമ്പോൾ ഉണ്ടാവും. അത് ഉണ്ടാവാതെ, നാളെ അവിടെ ഉണ്ടാവാതെ ഇന്ന് അവനെ സഹായിക്കല, ഇന്ന് അവൻ അതിൽ നിന്ന് തിരിച്ചുവിടാ. എടാ അത് വേണ്ട, നിർത്ത്, പടച്ചോനെ പേടിക്കണം, അള്ളാന്റെ അടുത്ത് സമാനം പറയേണ്ട കാര്യം ഇതൊക്കെ, നീ മാറിപ്പോ എന്ന് പറഞ്ഞ് അവനെ മാറ്റിക്കൊണ്ടുപോവലാണ് അക്രമം നടത്തുന്നവനെ സഹായിക്കലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, പടച്ച റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ, പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ, മരിച്ചവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളുടെ അമലിൽ നീ ബർക്കത്ത് നൽകു അല്ലാഹ്, ഇൽമിൽ ബർക്കത്ത് നൽകു അല്ലാഹ്, ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ഖൈർ നൽകണേ അല്ലാഹ്, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കു അല്ലാഹ്, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കു അല്ലാഹ്, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധമെത്തിക്കു അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളുടെ നാട്ടിൽ അഭിവൃദ്ധി നൽകു അല്ലാഹ്. ഈ സദസ്സിൽ കൂടിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ റഹ്മഹും കമാ റബ്ബൗനാ സഗാറാ. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.